ഹലോ, ഇത് നമ്മളൊരു ഗുരുവായൂർ യാത്രേനെക്കുറിച്ച് പറഞ്ഞാലോ. ഞങ്ങൾ 3 പേരും കുറച്ചായി പ്ലാൻ ചെയ്യുന്നു ഒന്ന് ഗുരുവായൂരൊക്കെ പോയിട്ട് വരാമെന്നുള്ളത്. പക്ഷെ സാധിക്കലില്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ വന്ന് തടഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഫിക്സ് ആയിട്ടുണ്ട്. നമ്മളങ്ങനെ റെഡിയായി ഗുരുവായൂർ പോകാൻ ഇറങ്ങി. ഫ്രൈഡേ ഈവനിങ് ആട്ടോ നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി കോഴിക്കോട് ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ഗുരുവായൂരിലോട്ട് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ ചുരത്തിലൊക്കെ എത്തിയപ്പോൾ നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ. ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചുരത്തിലെ വ്യൂ പോയിൻ്റ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് ഏകദേശം ഒരു 2-2.5 മണിക്കൂറായിരിക്കും കേട്ടോ നമുക്ക് കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് എത്താൻ. അങ്ങനെ നമ്മൾ കോഴിക്കോട് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 6:45-7 മണിയാവുന്ന സമയത്ത് കോഴിക്കോട് സ്റ്റാൻഡിലെത്തി. അപ്പോൾ നമ്മൾ ബസ് ബുക്ക് ചെയ്തിരുന്ന ടൈം 9:30 ആയിരുന്നു. അപ്പോൾ ടൈം ഉണ്ടല്ലോ, നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് മെല്ലെ പോകാമെന്ന് കരുതി. നമ്മൾ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു, കഴിച്ചു കഴിഞ്ഞ് നമ്മളെന്തായാലും ഇനിയും ടൈം ഉണ്ടായിരുന്നു. ഒരു 7:45 ആയപ്പോഴത്തേനും നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. അപ്പോൾ ഇനിയും ടൈമുണ്ട്, 9:30-ക്കാണല്ലോ ബസ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ SM സ്ട്രീറ്റ് വരെയൊക്കെ ഒന്ന് പോയി വന്നാലോ. നമ്മൾ മെല്ലെ കഥയൊക്കെ പറഞ്ഞ് നടന്ന് SM സ്ട്രീറ്റിലെത്തി. അവിടെ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി. അങ്ങനെയാണല്ലോ, നമ്മളെല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി. ഒരു ടോപ്പാട്ടോ എടുത്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫാൻസി ഷോപ്പിലും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്മലൊന്നും കിട്ടിയില്ല വിചാരിച്ച പോലെ. പിന്നെ നമ്മൾ ഓരോ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ മെല്ലെ തിരിച്ച് നടക്കണമല്ലോ. ഇനിയിപ്പോൾ സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴി സ്റ്റാൻഡിൽ എത്താൻ നേരത്തെ ക്ഷീണമായി നടന്ന്. എന്നാൽ പിന്നെ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചു. വീണ്ടും നമ്മുടെ KSRTC സ്റ്റാൻഡിലെത്തി കോഴിക്കോട്. 10:20 ആയപ്പോഴാട്ടോ ബസ് വന്നത്. ഗുരുവായൂരിലോട്ടുള്ള ബസ് വന്നത് 10:20-നായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു 10:30 ആയപ്പോൾ തന്നെയാണ് ബസ് എടുത്തത്. പിന്നീട് നമുക്ക് വലിയ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതെന്താണെന്നറിയില്ല, ചിലപ്പോൾ യാത്ര ആയതുകൊണ്ടായിരിക്കും. രാത്രി യാത്ര ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഒരു 1:15 ആയപ്പോൾ നമ്മൾ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് ബസ് ഇറങ്ങി. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞത് നമുക്കിനി ഒരു ഫ്രഷപ്പിന് സ്ഥലം വേണം. അത് തപ്പം നമ്മൾ കുറച്ച് പെട്ടു. ഒരുവിധം ഫ്രഷപ്പിനൊക്കെ നല്ല തിരക്കായിരുന്നു, എല്ലാ സ്ഥലത്തും നല്ല തിരക്കായിരുന്നു. ഒരു 1:15 ടൈമിലാണെങ്കിലും ഒരുവിധം എല്ലാവരുടെയും ക്യൂ ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കുറേ അന്വേഷിച്ച് നടന്നു. നമ്മുടെ അമ്പലത്തിൻ്റെ ഓരോ നടയിലൂടെയും എല്ലാവരുടെയും കയറി ഇറങ്ങി നോക്കി. ലാസ്റ്റ് നമുക്കൊരു സ്പോട്ട് കിട്ടി. നമുക്കൊരു റൂം തന്നെ 1 ഹവറിന് കിട്ടി. ഫ്രഷപ്പായിട്ട് അങ്ങനെ ഇറങ്ങാമെന്നുള്ള രീതിക്ക് നമ്മളങ്ങനെ ഒരു റൂമൊക്കെ തപ്പി പിടിച്ചു. നമ്മളെ ഗുരുവായൂരിൻ്റെ വഴികളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു എപ്പോൾ പോയാലും ഒരു നല്ലൊരു ഫീലാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തി, ഫ്രഷായി 3 പേരും ഫ്രഷൊക്കെ ആയി റെഡിയായി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളെന്താ നെക്സ്റ്റ് അമ്പലത്തിലോട്ട് പോവുകയാണ്. അമ്പലത്തിലോട്ട് പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഓൾറെഡി നല്ല തിരക്കാണ്. അപ്പോൾ നല്ലൊരു ക്യൂ ആയിട്ടുണ്ടാവും നമുക്കറിയാം. അപ്പോൾ അതിന് ക്യൂ നിൽക്കാൻ വേണ്ടി ഓടിപ്പോവാം കേട്ടോ. ഇനിയും തിരക്ക് കൂടുന്നതിന് മുന്നേ നമ്മൾ എത്തണമല്ലോ. അങ്ങനെ അവിടെ ഓടിപ്പോയി ക്യൂ നിൽക്കാൻ തുടങ്ങി. 2 മണി തൊട്ടിട്ട് നമ്മളൊരു ഏകദേശം 7:45 ആയപ്പോഴാട്ടോ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴാൻ പറ്റിയേ. അതിനുശേഷം 8 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് നമ്മൾ പുറത്തിറങ്ങിയത്. അങ്ങനെ നല്ലൊരു തിരക്കായിരുന്നു. 2 മണി മുതൽ 7:45 വരെ ക്യൂ നിൽക്കുമായിരുന്നു. പിന്നെ കയറി തൊഴുതു ഇറങ്ങി വന്നു. നമുക്ക് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. എന്നാൽ പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണല്ലോ നമ്മൾ പോവുക. അങ്ങനെ അമ്പലത്തിൻ്റെ മുമ്പിൽ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മെല്ലെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇനി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടുത്തെ ഷോപ്പിലൊക്കെ കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ മെല്ലെ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലഗേജൊക്കെ എടുത്ത് നമ്മൾ പോയി ഫുഡ് കഴിക്കാൻ കയറി. 3 ആളും ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. അമ്പലത്തിൽ വന്ന ഒരു ഗീ റോസ്റ്റ് പതിവാണല്ലോ. അങ്ങനെ ഞാനൊരു ഗീ റോസ്റ്റ് ഓർഡർ ചെയ്തു. ചേച്ചി ഒരു ഇഡ്ഡലിയും വടയൊക്കെ ഓർഡർ ചെയ്തു 2 ആളും. പിന്നെ നമ്മൾ ഷോപ്പുകളിലൊക്കെ ഒന്ന് കയറി നോക്കാം. അമ്പലത്തിൻ്റെ നടയിൽ ഒരുപാട് ഷോപ്പുകളുണ്ടല്ലോ. അപ്പോൾ അതിൽ ഓരോ ഷോപ്പിലായിട്ട് നമ്മൾ കമ്മലൊക്കെ നോക്കി. പിന്നെ കുറച്ച് മാലയും വളയും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞ് വിഗ്രഹമൊക്കെ വേണമെന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും ഒരു കുഞ്ഞ് വിഗ്രഹം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഷോപ്പിലേക്ക് കയറി വിഗ്രഹങ്ങളൊക്കെ നോക്കി. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇങ്ങനെ കാണാൻ തന്നെ എല്ലാം കൂടി വെക്കുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. നമ്മളൊരു കുട്ടി 2 വിഗ്രഹമൊക്കെ മേടിച്ചു. അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി.
ഇനിയിപ്പോൾ നമുക്കൊന്ന് പാലക്കാട് എത്തണം, നമ്മുടെ റിലേറ്റീവിൻ്റെ വീടാണ്. അപ്പോൾ ഓക്കെ ബായ്.